യാത്രയിൽ എൻ്റെ ഭാവിയിലെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരു കഥയും കൂടി ആയിരിക്കുകയാണ് സർവൈവിങ് ഇൻ ദ ആമസോണാസ്. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. ഈ ഹിച്ച് ഹൈക്കിംഗ് നോബത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെയുള്ള മാഹിൻ മച്ചാന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. സാഹസികമായ യാത്രകൾ ചെയ്തുകൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മാഹിൻ. പണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയി താലിബാന്റെ കൂടെ യാത്ര ചെയ്തതും ഇസ്രായേൽ പോയതുമൊന്നും ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. തന്റെ യാത്രകളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ വിവാദങ്ങളിൽ ചെന്ന് പെടാറുള്ള ആളാണ് മാഹിൻ. പലസ്തീൻ അനുകൂല നിലപാടുകൾ എടുത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ഹെയ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ മാഹിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് മാഹിൻ മിസ്സിംഗ് ആണ്. ആൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പെറുവിലെ ആമസോൺ കാടുകളിലൂടെ ഒഴുകുന്ന പുഴയിലൂടെ 2 കൂട്ടുകാർക്കൊപ്പം ചങ്ങാടത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാഹിൻ. അതിനിടയിൽ 2 ദിവസം മാഹിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതായി. അങ്ങനെ എല്ലാവരും കരുതിയത് മാഹിൻ എന്തോ അപകടം പറ്റിയെന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ മാഹിൻ ഒരു പുതിയ വീഡിയോ ചെയ്തതോടെ ആ അഭ്യൂഹങ്ങൾക്കെല്ലാം അറുതി വന്നിരിക്കുകയാണ്. മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട കഥയാണ് പുതിയ വീഡിയോയിൽ മാഹിൻ പറയുന്നത്. ആമസോൺ കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയിൽ വെച്ച് മാഹിൻ സഞ്ചരിച്ച ചങ്ങാടം തകരുകയാണ് ഉണ്ടായത്. എന്തോ ഭാഗ്യത്തിനാണ് മാഹിൻ രക്ഷപ്പെട്ടത്. അതിനെക്കുറിച്ച് മാഹിൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. യാത്രയിൽ എൻ്റെ ഭാവിയിലെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരു കഥയും കൂടി ആയിരിക്കുകയാണ് സർവൈവിങ് ഇൻ ദ ആമസോണാസ്. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു കേട്ടോ. പലതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇപ്പൊ ഞാൻ ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിൽ ഈ കാണുന്ന ഒരാൾക്ക് മാത്രം ഫോണുണ്ട്. അദ്ദേഹത്തിന്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ യാത്ര ആരംഭിച്ചത്. ഈ കാണുന്ന ഇവിടുത്തെ ഗ്രാമവാസികൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ യാത്ര ആരംഭിച്ചു വിട്ടു. കുറെ നേരം കഴിഞ്ഞ് യാത്ര തുടങ്ങി. വലിയ മഴയായിരുന്നു. മഴ കാരണം പുഴയുടെ ഒഴുക്കും കൂടി. അങ്ങനെ വലിയ വൃക്ഷങ്ങൾ ഈ പുഴയുടെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം താണ്ടി നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പുഴയുടെ ഒഴുക്ക് കാരണം നമുക്ക് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മുടെ റാഫ്റ്റ് വഞ്ചി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണു. പിന്നെ വേറൊരു വലിയ വൃക്ഷത്തടിയിൽ പിടിച്ച് ഞാൻ കയറി നിന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ വഞ്ചിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും സാധനങ്ങളും എല്ലാം മറിഞ്ഞ് ഈ സ്ക്യൂസായി അടിയിൽ കൂടെ പോയി മറിഞ്ഞ് അവര് പുഴ എടുത്തോണ്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി. സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നും. ആമസോൺ പോലുള്ള അതിഭീകരമായിട്ടുള്ള കാടിന് നടുവിലൂടെ ഒഴുകുന്ന ഒരു പുഴ. ആ പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചങ്ങാടം തകരുന്നു. നമ്മൾ ആ പുഴയിലേക്ക് വീഴുന്നു. കൂടെയുള്ള ആളുകൾ ഒഴുകി പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. മാഹിന്റെ ധൈര്യം ഞാൻ എന്തായാലും സമ്മതിച്ചു. പക്ഷെ ആമസോണിന്റെ നടുവിലൂടെ യാതൊരു സേഫ്റ്റി പ്രിക്കോഷൻസും ഇല്ലാതെ ഒരു ഉണങ്ങിയ ചങ്ങാടത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചതിന് ധൈര്യം എന്നാണോ മണ്ടത്തരം എന്നാണോ വിളിക്കേണ്ടത് എന്നൊരു ഡൗട്ട് ഇപ്പോഴും എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. അതൊരു അപകടം അറിഞ്ഞുകൊണ്ട് ചെയ്ത മഹാമണ്ടത്തരം. ഒരു മുൻപരിചയമോ ധാരണയോ ഇല്ലാതെ ആമസോൺ പോലത്തെ നദിയിൽ ഒരു ഉടായ്പ ചങ്ങാടവുമായി ഇറങ്ങിയ നിനക്ക് എന്ത് ലോക വിവരമാണുള്ളത്? ലൈഫ് ഈസ് പ്രഷ്യസ് മാൻ. അത് കളഞ്ഞിട്ട് ലൈക്കും കമന്റും റീച്ചും നേടിയെടുക്കാൻ നോക്കുന്നത് ശുദ്ധ മണ്ടത്തരമല്ലേ? ആർക്കും വേണ്ടിയാണ് ഇതെല്ലാം? ബ്രോ, നീയായിട്ട് വരുത്തി വെച്ച ദുരന്തമാണ്. ഒരിക്കൽ പോവാൻ പറ്റാത്ത സ്ഥലത്താണ് മരത്തടിയിൽ പോയത്. എന്തായാലും അൽഹംദുലില്ലാ, ദൈവത്തിന് നന്ദി പറയും. അതൊരു അപകടമൊന്നുമല്ല. 4 തടി കൂട്ടി കെട്ടി പൊട്ട ചങ്ങാടം ഉണ്ടാക്കി മനഃപൂർവ്വം പോയതാണ്. നിങ്ങൾക്ക് അറിയാമായിരുന്നു അത് അപകടത്തിൽ ചെന്ന് ചാടുമെന്ന്. വേണമെങ്കിൽ ഇഷ്ടം പോലെ ബോട്ടുകൾ വാടകയ്ക്ക് കിട്ടും. അവിടെയാണ് നിങ്ങൾ 4 തടി കൂട്ടി കെട്ടിയ കുത്തൊഴുക്കുള്ള നദിയിൽ കൂടി യാത്ര ചെയ്തത്. ഇതിന്റെ പേര് കുത്തിക്കഴുപ്പ് എന്നാണ്.
ഒരു ആവശ്യവുമില്ലാതെ കുത്തിക്കഴിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജീവിതം വിലപ്പെട്ടതാണ്, മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇത്രയും ഡേഞ്ചറായ ഒരു ആമസോൺ നദിയിലൂടെ ഒരു സേഫ്റ്റിയും ഇല്ലാതെ തടി വലിച്ചു കെട്ടി യാത്ര ചെയ്യാൻ ഇറങ്ങിയ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതുള്ളതാണെങ്കിൽ വരുത്തി വെച്ചതാണ്. ആ പൊട്ട ചങ്ങാടവും നിങ്ങൾക്ക് മുന്നോട്ട് പോയപ്പോൾ ഓർക്കേണ്ടതായിരുന്നു. കണ്ടല്ലോ, മാഹിൻ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇഷ്ടം പോലെ സാഹസിക യാത്രകൾ മുമ്പ് ചെയ്തിട്ടുമുണ്ട്. നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്ന രീതിയിൽ യാത്ര ചെയ്യുന്ന ആളാണ് മാഹി. ഈ ആമസോണിന്റെ നടുവിലൂടെ യാത്ര ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ആ ചങ്ങാടമൊന്നും ഒട്ടും സ്ട്രോങ് അല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. ആ ചങ്ങാടത്തിൽ അവർ പോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സൂയിസൈഡ് മിഷനിൽ അവർ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ആമസോണിന്റെ നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന ബോധമെങ്കിലും നമുക്ക് വേണമല്ലോ. സാഹസികതയൊക്കെ ആകാം, പക്ഷെ കുറച്ചുകൂടെ തലച്ചോറ് ഉപയോഗിക്കണമെന്ന് മാത്രം. മാഹിന്റെ കൂടെ യാത്ര ചെയ്തവരിൽ ഒരാൾ ഇക്വഡോറുകാരനും മറ്റാൾ നെതർലാൻഡുകാരനുമാണ്. ഇവരോട് ഇങ്ങനെ ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതും പ്രേരിപ്പിച്ചതും ഒക്കെ മാഹിൻ തന്നെയാണ്. മറ്റു രണ്ടുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ മാഹിൻ അവരെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. ചങ്ങാടം ഉണ്ടാക്കാനും മറ്റും എല്ലാ കാര്യത്തിനുമൊക്കെ മുൻകൈ എടുത്ത് സെറ്റാക്കിയത് മാഹിൻ തന്നെയാണ്. ഏകദേശം 350 കിലോമീറ്ററോളം യാത്ര ചെയ്യാനായിരുന്നു ഇവരുടെ പ്ലാൻ. പോകുന്ന വഴിയിൽ പുഴയോരത്തുള്ള ഗ്രാമങ്ങളിൽ വിശ്രമിച്ചുകൊണ്ട് യാത്ര തുടരാനായിരുന്നു പരിപാടി. 15 ദിവസത്തെ യാത്ര ഉണ്ടാകുമെന്നായിരുന്നു ഇവർ കണക്ക് കൂട്ടിയത്. പക്ഷെ അതിനിടയിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രം 3 പേർക്കും വലിയ പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. എന്തായാലും മാഹിന് പറയാനുള്ളത് ബാക്കിയൂടി കേട്ടോക്കാം. ഞാൻ പുഴയുടെ നടുക്ക് ആ ഒരു വലിയ മരത്തടിയിൽ പിടിച്ചൊറ്റയ്ക്ക് നിന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ ചാടിപ്പോവാൻ വേണ്ടി നോക്കി. അപ്പോഴും അതെടുത്തോണ്ട് പോയി. അവര് രണ്ടുപേര് അങ്ങനെ പുഴയുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പുഴയുടെ കൂടെ നമ്മുടെ പൊളിഞ്ഞ ചങ്ങാടവും ഒരു വലിയ മരത്തടിയും കൊണ്ട് അവരുടെ കൂടെ ഒഴുക്കിപ്പോയി. അങ്ങനെ എനിക്ക് വേറൊന്നും വഴിയില്ല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. കഴിഞ്ഞ ദിവസം ദ ലോസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കൊളംബിയൻ മൂവി, കൊളംബിയയിലെ 3 ഇൻഡിജീനിയസ് കുട്ടികളും ഫാമിലിയൊക്കെ പോയ ഒരു ഹെലികോപ്റ്റർ, ഒരു ചെറിയ ഫ്ലൈറ്റ് തകർന്നു വീണു, ആമസോൺ കാട്ടിൽ തകർന്നു വീണു. അതിൽ നിന്ന് എല്ലാവരും മരിച്ചു. ആ കുട്ടികൾ മരിച്ചില്ല. 11 മാസം പ്രായമുള്ള കുട്ടി വരെ ഉൾപ്പെടെ കാട്ടിലൂടെ 40 ദിവസം സർവൈവ് ചെയ്ത സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ യാത്ര ഇന്നലെ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ പുഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഈ കാട്ടിലോട്ട് കയറണം. കാട്ടിലോട്ട് കയറിയാൽ 30 അല്ല 40 ദിവസമായാലും ഞാൻ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ബട്ട് പിന്നീട് ഇത്രയും നീന്തൽ എനിക്ക് പേടിയുള്ള ഞാൻ ആ കാട്ടിലോട്ട് പോകുന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഒഴുക്കിന്റെ ഡയറക്ഷനിൽ എതിരെയായിട്ട് കുറച്ച് ചരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നീന്തി ഏകദേശം ഒരു 30 സെക്കൻഡോളം മരണവെപ്രാളത്തിൽ നീന്തിയപ്പോൾ ഞാൻ വേറൊരു വലിയ തടിയിൽ കയറി പിടിച്ചു. പിന്നെ അവിടെ നിന്നും വീണ്ടും നീന്തണം. അങ്ങനെ വീണ്ടും നീന്തി ഞാൻ എങ്ങനെയൊക്കെ കരയിലെത്തി. പാമ്പിനെ വലിയ പേടിയാണ്. പാമ്പും വെള്ളവുമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ളത്. ഒന്നും നോക്കിയില്ല. ബോട്ട് എങ്ങോട്ട് സഞ്ചരിച്ച ദിശയിലോട്ട് തന്നെ ഞാൻ കാട്ടിലൂടെ കയറി. കൈ ഫുള്ള് മുറിവ്, ചെരുപ്പില്ല, ഒന്നുമില്ല. കാലും കൈയും എല്ലാം മുറിവ്. ചിലയിടത്ത് ബുഷസ് എത്തുമ്പോൾ ബുഷസ് എന്റെ തല മുകള് വരെ ഉണ്ടാവും. കാട്ടിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആക്കി മുൾച്ചെടികൾ എല്ലാത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ പോയി. ചിലയിടത്ത് വന്നപ്പോ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഒരു വാഴമരം ഉണ്ടായിരുന്നു. ഈ വാഴമരത്തിൽ നിന്ന് കുറെ പഴങ്ങളെല്ലാം പറിച്ച് ഞാൻ കയ്യിൽ വെച്ചു. കാരണം എനിക്കിനി സർവൈവ് ചെയ്യാനുള്ള സംഭവങ്ങൾ വേണമല്ലോ. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണു. എന്റെ വാഴപ്പഴം എല്ലാം പോയി. അങ്ങനെ വിഷമത്തിൽ വീണ്ടും നടന്ന് അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവര് പോയ വഴി, ഇവരിങ്ങനെ പുഴയിലോട്ട് പോകുമ്പോൾ ഇവരും വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോ ഇവരെ അവിടെ ഉള്ള ഏതോ ഒരു വില്ലേജിലുള്ള ഒരു വീട്ടിലുള്ള ആളുകൾ കണ്ടു. അങ്ങനെ അവര് തോണി എടുത്തോണ്ട് ഇവരുടെ പുറകെ പോയി ഇവരെ രക്ഷിച്ചു. ഇവരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഇവിടുന്ന് കേട്ട് അവരും അവരുടെ ബോട്ട് എടുത്തോണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലോട്ട് വന്നു. അങ്ങനെ ഞാൻ കാട്ടിൽ നിന്ന് പുഴയുടെ സൈഡിലോട്ട് വന്നു. അങ്ങനെ അവരെന്നെ രക്ഷിച്ചു. ഞാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അല്ലെ. ആ ഗ്രാമത്തിലുള്ളവർ ഇവന്റെ കൂടെയുള്ള 2 പേരെയും രക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞു കാണും, ഒരുത്തനും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ അന്വേഷിച്ചിറങ്ങിയപ്പോഴായിരിക്കും കാടിനുള്ളിൽ നിന്ന് മാഹിന്റെ വിളി കേട്ടത്. അതുകൊണ്ട് മാത്രമാണ് മാഹിന് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആമസോൺ കാടുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നത്. ആമസോൺ കാട് എന്ന് പറഞ്ഞ ചില്ലറ കാടല്ലല്ലോ. സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്. കാടാണെങ്കിലും അടുത്തടുത്ത് ഗ്രാമങ്ങളിലെ പ്രദേശങ്ങളിലൂടെ ഇവർ യാത്ര ചെയ്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണെങ്കിൽ പറയാം. എന്തായാലും മാഹിന്റെ വീഡിയോ കണ്ട ഭൂരിഭാഗം പേരും മാഹിന് ഇങ്ങനെ ഒരു അപകടം
അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ നേരെ തിരിച്ചാണ്. ഇവൻ ചാവാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു, തിരിച്ചു വന്നോ പണ്ടാരും, ഈ തീവ്രവാദി ചത്താ മതിയേനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ ഇട്ട കുറെ പേരുണ്ട്. അത് പിന്നെ അറിയാലോ, ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ മാഹീന് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മാഹീന് തീവ്രവാദി എന്ന് വിളി കേൾക്കേണ്ടി വരുന്നത്. ഇങ്ങനെ കമന്റ് ഇടുന്നവരോടൊക്കെ എന്ത് പറയാനല്ലേ, ചാണകങ്ങളാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവര് പറയുന്നത് ഇവന് വെറും ഉടായ്പാണെന്നാണ്. വെറും റീച്ചിന് വേണ്ടി മാഹീൻ ഉണ്ടാക്കിയ ഒരു കഥ മാത്രമാണ് ഈ അപകടം എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ഇതൊക്കെ രാമൻകുട്ടിയുടെ ഒരു നമ്പർ അല്ലേ ബ്രോ? വീഡിയോ കണ്ടിട്ട് ആദ്യമായി തള്ളി ഫീൽ ചെയ്യുന്നു. ആദ്യമായി നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പ്രയാസമായി തോന്നി. കഥ കേട്ടപ്പോൾ എവിടെയോ എന്തോ ഒരു ഉടായ്പ് പോലെ, എന്തോ ആവട്ടെ രക്ഷപ്പെട്ടല്ലോ. ഇവന്റെ തള്ളു കണ്ടന്റ് തള്ളി മറക്കുക അങ്ങോട്ട്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് വിശ്വസിക്കാൻ കുറെ വ്യൂവേഴ്സും. പണ്ടൊരു കഥ ഉണ്ട്, പുലി വരുന്നതെന്ന് പറഞ്ഞ് അവസാനം പുലി വരുമ്പോൾ ആരും കാണൂല, നീ തന്നെ വേറെ ഉണ്ടാക്കല്ലേ മോനെ. ഓക്കെ, കണ്ടല്ലോ, ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളെ ഞാൻ പൂർണ്ണമായി കുറ്റം പറയൂല. കാരണം റീച്ചിന് വേണ്ടി അന്തവരാധവും കാണിക്കുന്ന ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് നമുക്കിടയിലുണ്ട്. അവരൊക്കെ കാണിച്ച പല ഉടായ്പ പരിപാടികളും കണ്ട് അനുഭവിച്ചത് കൊണ്ടായിരിക്കണം മാഹിൻ ഇത് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് പലർക്കും തോന്നിയത്. പിന്നെ അപകടം സംഭവിക്കുന്നതിന് 2 ദിവസം മുമ്പ് മാഹിൻ തന്നെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പങ്കുവെച്ചൊരു കുറിപ്പും ആളുകൾക്ക് ഡൗട്ട് തോന്നാൻ കാരണമായിട്ടുണ്ട്. ആ കുറിപ്പൊന്ന് ഞാൻ വായിച്ചുതരാം. മാഹിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫ്ലൈനിലാണ്. അദ്ദേഹത്തിന് ഇന്നും അപ്ഡേറ്റുകളൊന്നുമില്ല. അദ്ദേഹം സുരക്ഷിതനായിരിക്കാം, ഇന്റർനെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അപകടകരമായ ആമസോണിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അദ്ദേഹം ഉടനെ സുരക്ഷിതരായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഹിൻ യാത്രയുടെ 2ാം ദിവസം സൃഷ്ടിച്ച ഒരു ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റാണിത്. വേർ ഇസ് നൊമാദ്. കണ്ടല്ലോ, മാഹിൻ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് കണ്ട് പലരും മാഹിൻ എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാഹിന്റെ വീഡിയോ വരികയും ചെയ്തു. സോ ഇങ്ങനെയൊരു ഷെഡ്യൂൾഡ് പോസ്റ്റും അതിനുശേഷം വലിയൊരു അപകടത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും എല്ലാം കൂടി ആയപ്പോൾ ആളുകൾക്ക് ഒരു ഡൗട്ട് തോന്നിയതാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ മാഹിൻ ഇത്തരത്തിലുള്ള യാത്രകൾ ഇനിയും തുടരുമെന്നുള്ളത് ഉറപ്പാണ്. സാഹസികത നല്ലതാണ്, എല്ലാവർക്കും അതിനുള്ള വൈബും ധൈര്യവും ഒന്നും ഉണ്ടാവില്ല. മാഹിനെ പോലെ ചിലർക്ക് മാത്രമേ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. അത് വേറെ തന്നെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ മാഹിന് തന്റെ സാഹസിക യാത്രകൾ ഇനിയും തുടരാം. പക്ഷെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള സാഹസിക യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.